എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമൽ സീരീസിന്റെ എപ്പിസോഡ് 104 ഓക്കെ. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഫെങ്ക്യുങ്ങർ ഷിയുവും തമ്മിലുള്ള ഫൈറ്റ് അതങ്ങനെ പോകെ ഫെങ്ക്യുങ്ങറിന്റെ വിൻഡ് തണ്ടർ പോലെ അതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സ്കില്ല് ലൈറ്റനിങ് അത് ഉപയോഗിക്കുന്ന ഷിയുവിന് എന്ത് സംഭവിച്ചു എന്ന ടെൻഷനിലാണ് ഫെങ്ഷിയാനും ലിനിയാനൊക്കെ. അതുപോലെ ഇത് കഴിഞ്ഞ് എല്ലാം അവസാനിച്ചു എന്ന രീതിയിലാണ് ബാക്കിയുള്ളവർ. അങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് അടിയിൽ നിന്ന് ഗ്രീൻ ഫയർ അത് കാണുന്നത്. പെട്ടെന്ന് അതിന്റെ പവർ കൂടി നിൽക്കെ നോക്കി നിൽക്കെ അവിടെ ഒരു ഫയർ ലോട്ടസ് ആംഗ്രി ബുദ്ധ ലോട്ടസ് അത് കണ്ട് ഇത് തീർന്നില്ല എന്ന് മനസ്സിലായി. ഷിയോയിന് ആ ലോട്ടസ് അത് ഉപയോഗിച്ച് എതിർക്കാനായിട്ട് നോക്കി അവളുടെ അറ്റാക്ക് തടയാനായിട്ട് ആ ലോട്ടസ് അത് വലുതാക്കിയതുപോലെ അങ്ങനെ അത് കുറെ നേരം പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അവസാനം അവളുടെ സ്കില്ല് അത് ബ്രേക്കായി. ഷിയോന്റെ ഫയർ ലോട്ടസ് അതിന്റെ മുൻപിൽ ഫെങ്ക്യുങ്ങന്റെ സ്കില്ല് ഫെയിലായി എന്ന് അവിടെ ഉള്ളവരും. ഫെങ്ക്യുങ്ങർ എന്നാൽ സമ്മതിക്കാത്ത രീതിയിൽ പെട്ടെന്നാണ് ഷിയോൻ 2 ഫ്ലെയിം കൂടി ചേർക്കുന്നത്. അതുകൊണ്ട് 2 ഹെവലി ഫ്ലെയിമോ എന്ന് പറഞ്ഞ അതിശയം ഷിയോന്റെ ആ ലോട്ടസ് നേരെ അവളുടെ അടുത്തെത്തി. എല്ലാവരും അത് കണ്ട് അതിശയം. ഒരു സാധാരണ ഒരാൾ ഹെവൻ ഡീമൺ ഫോണിക്സ് ട്രൈബിനെ എതിർക്കാൻ ഒരു അധികാരമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സോൾട്ട് പവറിങ് എന്ന ഒരു ഫോണിക്സ് ട്രൈബിലെ ഒരു സ്കില്ല് അതെങ്ങനെ അവൾ യൂസ് ചെയ്യുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാകും. ഇവളെങ്ങനെയാണ് ഫോണിക്സ് ട്രൈബില് ആ ടെക്നിക് അത് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഫെയ്റ്റിയാനിൽ നിന്ന് രക്ഷപ്പെടുന്ന ടൈം ഗ്രേ വോൾഫ് ഡീമൺ പറഞ്ഞ മോൺസ്റ്റർ ടോപ്പ് 3 ട്രൈബിലെ ഒന്നാണല്ലോ ഈ സ്കൈ ഫോണിക്സ് ട്രൈബ്. അവൾ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നു. എന്തിനായാലും ആ വന്ന ഫയർ ലോട്ടസ് അത് തടയാൻ നോക്കി അത് പിന്നെ പൊട്ടി. എന്നാൽ അവളുടെ രൂപത്തിന് എന്തൊക്കെയോ മാറ്റം. മുൻപോരെ ഉണ്ടായിരുന്ന പോലെ അല്ലാതെ. അന്നനാ പറഞ്ഞത് അവളുടെ ചെവി നോർമൽ ആളുടെ പോലെ അല്ലായിരുന്നു. നോക്കുമ്പോൾ അവൾക്ക് വിങ്സ് അതെടുക്കണം. അത് ഫോണിക്സ് വിങ്സ് ആണ്. അതായത് ഫെങ്ക്യുങ്ങർ ഫോണിക്സ് ട്രൈബിലെ ഒരു മെമ്പറാണ്. അതിപ്പോഴാണ് മനസ്സിലാകുന്നത്. അവൾ ഫോണിക്സ് ട്രൈബിലെ ഒരു സീക്രട്ട് ടെക്നിക്ക് അത് യൂസ് ചെയ്യുന്നു. അതോടെ അവളുടെ ലെവല് 3 സ്റ്റാറിലേക്ക് ആയി എത്തി. ഡൗ സോങ് 3 സ്റ്റാർ. അവനിൽ നല്ല പ്രഷറാണ് വരുന്നത്. അവനപ്പോഴാണ് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായത്. അവൻ മുൻപൊരിക്കൽ കിട്ടിയ ഫോണിക്സിന്റെ ബ്ലഡ് അത് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ വിങ്സ് ആണ് അവനിലുള്ളത് തന്നെ. അതിന് റിയാക്ഷൻ അവൾ അവിടെ ഉള്ളതാണെന്ന് മനസ്സിലായി. ഷിയോൻ പിന്നെ ഗ്രീൻ ലോട്ടസ് ചേഞ്ച് എന്ന 2ാമത്തെ ട്രാൻസ്ഫോർമേഷൻ എടുക്കുന്നു. നിനക്ക് സീക്രട്ട് സ്കിൽ ഉണ്ടോ എന്ന് ഫെങ്ക്യുങ്ങർ ഫെങ്ഷിയനബിൾ ഫോണിക്സ് ട്രൈബിലെയാണ് എന്നത് അറിയാം. അതറിയാതിരിക്കാനായിട്ട് അവർ പോലും സീൽ ചെയ്തല്ലോ എന്ന് ലെയിനോട് പറയുമ്പോൾ അവളുടെ ട്രൈബിലെ സീക്രട്ട് സ്കില്ല് അത് കാണിക്കണമെങ്കിൽ അവ സാധാരണ ആളല്ല. അവൾ പിന്നെ ഹെവൻ ആൻഡ് എർത്ത് ഡിവറി സ്കില്ല് അത് യൂസ് ചെയ്യുന്നു. അത് ഉപയോഗിച്ച് അറ്റാക്ക് ഷിയോയിന് അതിൽ നിന്ന് സ്കിപ്പായിട്ട് തന്നെ പോകുന്നുണ്ട്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഫെങ് അപ്പോൾ നിന്റെ ഡിസിപ്ലിന് വല്ലതും പറ്റിയ ഫോണിക്സ് ട്രൈബ് തന്നെ വരുമോ എന്ന് കുത്തി അങ്ങ് ചോദിക്കണം. അതിനവൻ ജയിക്കണ്ടേ എന്ന് തിരിച്ച് കാരണം കൂടി പറയുന്നുണ്ട്. ഫെങ്ക്യുങ്ങന്റെ ഈ സ്കില്ല് ഉപയോഗിച്ച് നമ്മുടെ ഗ്രേറ്റ് എൽഡറിന് പോലും പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് നിങ്ങളെ പോലെയാണോ എന്ന് അവനും. ഇതിന്റെ അവസാനം ആരാകും ചിരിക്കുക എന്നൊക്കെ നോക്കാം എന്ന് 2 പേര് ഈഗോവർ അവിടെ നടത്തി ഫൈറ്റും ചെയ്യുന്നുണ്ട്. ഷിയോയിന് മനസ്സിൽ അവളുടെ ഈ സ്കില്ല് അതിന്റെ വേഗത എന്നത് വളരെ കൂടുതലാണ്. ആ സ്പീഡിന് പോകുന്നതിന് സ്ട്രഗിൾ ആയിട്ടാണ്. അവൾ അവനോട് ഈ ഹോളി ഫെനോമനൻ നിനക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. നിന്റെ ജീവൻ എടുക്കാതെ ഇത് തീരുകയുമില്ല. അത് പറയുമ്പോൾ കാര്യം മനസ്സിലാക്കിയിട്ട് പിന്നെ അതിനെ എതിർക്കാനായിട്ട് തുടങ്ങി. റൂളർ ഉപയോഗിച്ച് ആ വരുന്നതിനെ ഫ്ലെയിം കൂടി ചേർത്ത് ഇല്ലാതാക്കുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഡയറക്റ്റ് ഫെങ്ക്യുങ്ങറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ലൈറ്റനിങ് ഉപയോഗിച്ച് പോവുകയാണ്. അവൾ അറ്റാക്ക് ചെയ്യാനായിട്ട് ഷിയോൻ അവോയ്ഡ് ചെയ്തു. അങ്ങനെ 2 രീതിയിലും പോകുന്നുണ്ട്. അവസാനം അവളുടെ അടുത്തെത്തി എന്ന കാര്യം ഉണ്ടായില്ല. അവളുടെ അറ്റാക്കിൽ ഷിയോൻ താഴെ വീണു. അവളിത് തീർന്നു എന്ന് വിചാരിച്ച് ചിരിക്കുന്നു. ലേക്കാകട്ടെ ഹാപ്പി. അവിടെ ഉള്ളൊരു ഫെങ്ക്യുങ്ങറിന്റെ പേര് പറഞ്ഞ് വിളിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് പെട്ടെന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ അത് മനസ്സിലായില്ല. നോക്കുമ്പോൾ ആംഗ്രി ബുദ്ധ ലോട്ടസ് അത് 3 ഹെവലി ഫ്ലെയിം കൂടി ചേർത്തു. അതുകൊണ്ട് 3 കമ്പൈൻ ചെയ്ത ഫ്ലെയിം എന്ന് പറഞ്ഞ് പിന്നെ ഷോക്ക്. അവള് പിന്നെയും ആ ഫെനോമിനൻ അത് ഉപയോഗിക്കുന്ന ഷിയോയും ലൈറ്റനിങ് ഒക്കെ ഉപയോഗിച്ച് അടുത്തേക്കും വരുന്നു. അവള് മാറി നോക്കി എല്ലാം സ്കിപ്പായിട്ട് അവനും അടുത്തേക്ക്. ആംഗ്രി ബുദ്ധ ലോട്ടസിന് മുൻപിൽ ഒരു ഡെവിൾസ് പിടിച്ചെടുക്കില്ല. അവളാകട്ടെ ഒരു സാധാരണ ഹ്യൂമൻ ട്രാഷ് സെയിം ട്രിക്ക് പിന്നെ ഉപയോഗിച്ചാൽ നടക്കുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നേരെ അതിനെ എതിർക്കാനായിട്ട് പോയി. അതിന്റെ എഫക്റ്റ് ആവട്ടെ വളരെ വലുതായിരുന്നു. കട്ടായി നിൽക്കുന്നു. എല്ലാവരും നോക്കി നിൽക്കുന്നു. എന്തെങ്കിലും ഒന്ന് നടക്കും എന്ന് പറയുകയാണ്. അങ്ങനെ കാണുകയാണ് ഷിയോയൻ നിന്റെ ആ ഫയർ ലോട്ടസിന്റെ കൂടെ നീ ഇല്ലാതായി പോയി എന്ന് പറഞ്ഞാൽ അവളുടെ ഒരു പവർഫുള്ളായ ഒരു സ്കില്ല് നോക്കുമ്പോൾ അവന് ചുറ്റായിട്ട് എന്തോ ഒന്ന് കവറായിട്ട് വരുന്നത് അതൊരു ബെല്ലായിരുന്നു. ഇപ്പോഴാണ് പറയുന്നത് അത് ഫോണിക്സ് ട്രൈബ് ബെല്ല്. അവിടെയുള്ള ബെല്ലാണ്. അതിന് പറയുന്ന പേരാണ് ഫോണിക്സ് ഡീമൺ ബെല്ല്. അത് ആൻസെസ്റ്റേഴ്സായ ഡൗ സെയിന്റ് ലെവല്. അതായത് ഈ വേൾഡിൽ എക്സിറ്റ് ചെയ്യുന്ന മോസ്റ്റ് പവർഫുൾ ആൾക്കാർ അവരുണ്ടാക്കിയതാണ്. ഡൗ സോങ് ആയ ഷിയോയിന് ഇത് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല, ഒരു ചാൻസും ഇല്ല എന്ന് പറയുകയാണ് ജിയാനും. ഈ ഡൗഡി അല്ലെങ്കിൽ ഡൗ ബോർഡാണ് ഈ ഡൗക്കി കോണ്ടിനെന്റിലെ മോസ്റ്റ് പവർഫുൾ ആയ ഗോഡ്സ് ആണ്. അതിന് താഴെയുള്ളതാണ് സെയിന്റ്. ഈ സോർലാൻഡ് 1 ഗ്രാൻഡ് സോർലാൻഡ് മാസ്റ്റേഴ്സ്. ആ പറയുമ്പോൾ തന്നെ അതുപോലെ തന്നെയാണ് ഇതിലും. ഓക്കെ, ഫോണിക്സ്
ബ്ലഡ് ലൈനിൽ ചേർന്നവർക്ക് മാത്രമാണ് ഈ ബെല്ല് യൂസ് ചെയ്യാൻ കഴിയുക. ബെല്ല് ഇതിന്റെ മുൻപിൽ അവന്റെ ട്രൈബ് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും മനസ്സിലാണ് ക്യുവാൻ. അവിടെ ഉള്ളവർക്ക് അപ്പോഴാണ് ഫെങ്ക്യുങ്ങർ ഗ്രേറ്റ് സീക്രട്ട് സെക്റ്റിലെ ഹെയർ ആണ് എന്നത് മനസ്സിലായി. ഫെങ്ങിന് നല്ല ടെൻഷനായി. ലീലകട്ടെ ചിരിച്ചുകൊണ്ട് നിന്റെ ഓൾഡ് ഫ്രണ്ടിന്റെ ഡിസിപ്പിൾ എന്തായാലും മരിച്ചാണോ? അവിടെ ഉള്ളവർ പിന്നെ ഫെങ്ക്യുങ്ങർ എന്ന് പറഞ്ഞ് വിളിക്കാനായിട്ട് വന്നു. അല്ല പെട്ടെന്ന് പിന്നെ എന്തൊക്കെയാ നടക്കുന്നത്? ഇതൊരു വഴിക്ക് പോയില്ല. അതിന്റെ എഫക്റ്റ് ആകട്ടെ എല്ലാവരും ഷോക്കാക്കുന്ന രീതിയിലും വിറക്കുന്ന രീതിയിലായിരുന്നു. എല്ലാവരും നോക്കി നിൽക്കുക. ആ ബെല്ല്, ആ ജെയിന്റ് ബെല്ല്, അതിനിടയിൽ നിന്ന് ഫ്ലെയിം വരാനായിട്ട് തുടങ്ങി. അത് പൊട്ടിപ്പോവുകയും ചെയ്തു. കാരണം അത് ബുദ്ധ ലോട്ടസ് പൊട്ടിച്ചതാണ്. അതിന്റെ എഫക്റ്റ് അത്ര പവർഫുൾ ആണല്ലോ. പിന്നെ കുറെ തള്ളിയല്ലോ ഡൗസോങ് അവർക്ക് പൊട്ടിക്കാൻ പാടാണെന്ന്. ഒന്നാമത്തെ കാര്യം ആംഗ്രി ബുദ്ധ ലോട്ടസ്, ആ 3 ഫ്ലെയിം കൂടി ചേർന്നാണ്. രണ്ടാമത് ഫെങ്ക്യുങ്ങർ ഡൗസോങ് ആണ്. അവളുടെ സ്ട്രെങ്ത് വെച്ച് ഏകദേശം ഷിയോവിന്റെ അടുത്താണല്ലോ. ലോ മനസ്സിൽ ഇങ്ങനെ ഒരു സ്കില്ല് എനിക്കാണ് വന്നിരുന്നെങ്കിൽ ഒരിക്കലും പിടിച്ചെടുക്കാൻ കഴിയില്ല. അവനൊരു നോർമൽ പേഴ്സൺ അല്ല. അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുകയും ആ ജെയിന്റ് ബെല്ല് അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. എന്നാൽ ഷിയോന് നല്ല പരിക്കൊറ്റി പിടിച്ചൊക്കെ വെച്ച് റിക്കവർ ചെയ്യുക. അപ്പോഴേക്കും ഫെങ്ക്യുങ്ങറിന് അറ്റാക്ക് വരുന്നുണ്ട്. നിനക്കുള്ളത് ഇപ്പോൾ തരാം എന്ന് പറഞ്ഞ് ഷിയോയെ പിന്നെ അറ്റാക്ക് തുടങ്ങി. പിന്നെ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നു. കാല വരെ നിലത്തടിച്ച് മുകളിലേക്ക് ഇറങ്ങി നേരെ വരികയാണ്. ഷിയോയെ നിന്നെ എന്ന് പറഞ്ഞത് കാല് വെച്ച് ഒറ്റയടി അവൾ നിലത്താഴെ വീണു. അവളുടെ ബോധം ഔട്ടായി. ഫെങ്ക്യുങ്ങർ തീർന്നു. അവൾ തോറ്റെന്ന് വിശ്വസിക്കാനാകാതെ അവിടെ ഉള്ളവര്. എന്നാൽ ഷിയോയിന് എന്തോ തോന്നിയിട്ട് ഫ്ലെയിം എടുത്ത് മുകളിലേക്ക്. അപ്പോഴുണ്ട് അവൾ അവിടെ നിന്ന് വരുവാണ്. അടിച്ച് പിറകോട്ടേക്ക്. ഇലൂഷർ ബോർഡിലെ ഫസ്റ്റ് സ്റ്റേജ് അതെനിക്ക് മനസ്സിലാകില്ല എന്നാണ്. പിന്നെ ചെന്നു. എന്നാൽ പിടിച്ചു വെച്ചിട്ട് നീ തോറ്റു ഇല്ല എന്ന് പറഞ്ഞ് വന്നു. തട്ടി അകറ്റുമ്പോഴാണ് ആ റിങ്ങില് ആ ബോട്ടിലാക്കിയ ബ്ലഡ് അതിന് റിയാക്ഷൻ വരുന്നത്. ഷിയോയിനെ അപ്പോൾ തന്നെ ഹൈഡ് ചെയ്തു. എന്നാൽ ഫെങ്ക്യുങ്ങറിനാണല്ലോ അത് മനസ്സിലായി. കാരണം ഏൻഷ്യന്റ് ബ്ലഡ് ആണല്ലോ. ഇത് ഉപയോഗിച്ച് ക്യൂൻ വെട്ടിസയ്ക്ക് ബില്ല് ഉണ്ടാക്കാനൊക്കെ നോക്കി. പിന്നെ സിയാന്റെ ബ്ലഡ് കൊടുത്തു. അതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. അത് തന്നെയാണ് ആ ബ്ലഡ്. അത് നിനക്ക് എന്ത് ധൈര്യമുണ്ട് നമ്മുടെ ട്രൈബിനെ കളങ്കപ്പെടുത്താൻ? കാര്യം മനസ്സിലാകാതെ ഷിയോന് അവർ രണ്ടുപേരും അവിടെ എത്തി എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ നമ്മുടെ ട്രൈബിലെ ആൻസസ്റ്റേഴ്സ് ബ്ലഡ് ആ എസൻസ് ഉപയോഗിച്ച് അത് പിടിച്ചു വെച്ചേക്കാണ്. ഫെങ്ക്യുങ്ങർ ജയം തോൽവി നോർമലാണ്. നീ ഫോണിക്സ് ട്രൈബിലെയാണ് എന്നാ സീക്രട്ട് ഹൈഡ് ചെയ്തല്ലോ എന്ന് ഫെങ് പറയാണ്. ഫെങ്ഷെ ഇനി എന്തായാലും കാണിച്ചു പോകാൻ നോക്കിയാൽ നീ ഫോണിക്സ് ട്രൈബിലെ മെമ്പറാണ്. ഈ സെൻട്രൽ പ്ലെയിനാണ് എന്നത് ഓർക്കണം. ഇപ്പോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഫാമിലിയിലെ ആൻസെസ്ട്രൽ ബ്ലഡ് അത് കൈവശം വെച്ചേക്കാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ട്രൈബ് തേടി പിടിച്ച് വന്ന് കൊല്ലും. ഇവനൊരു പ്രശ്നത്തിലാണല്ലോ എന്ന് മനസ്സിൽ. എന്നാൽ ശിവനെന്ന് ആലോചിച്ചിട്ട് എനിക്ക് നീ പറയുന്നത് മനസ്സിലാവുന്നില്ല. നീ തോറ്റതിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും. എനിക്ക് അങ്ങനെയാണോ തോന്നുന്നത്? എങ്കിൽ എൻ്റെ റിങ് എനിക്ക് ചെക്ക് ചെയ്യണം. എന്നാൽ ഫെങ്ഷി അതിന് സമ്മതിച്ചില്ല. കാരണം ഒരു ഫോണിക്സ് ട്രൈബിൻ്റെ കാര്യത്തിൽ ഫൈറ്റു ആ ഒരു രീതിയിൽ പോയി. എന്നാൽ ഇത് വേറെയാണ്. അത് നമ്മുടെ ഫാളിംഗ് സ്റ്റാർ പൗലിനുള്ള ഡിസിപ്ലിൻ്റെ റിങ് അത് ചെക്ക് ചെയ്യാതെ നമ്മൾ സമ്മതിക്കില്ല. ഫെങ്ക്യുങ്ങർ അങ്ങനെയെങ്കിൽ വേണ്ട, എൻ്റെ ഫാമിലി ടെക്നിക്ക് യൂസ് ചെയ്ത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് എന്ത് തന്നെയാലും ചെക്ക് ചെയ്തേ മതിയാകും. ഇനി ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ മാപ്പ് പറയാം. ഷിയോൻ ഫെങ്ങിനോട് കുഴപ്പമില്ല, എനിക്ക് സമ്മതമാണ് എന്ന് ധൈര്യത്തിൽ മുന്നോട്ട് വരുന്ന. എന്ത് ധൈര്യത്തിലാണോ? ആ റിങ്ങിനുള്ളിൽ തന്നെയാണല്ലോ ബ്ലഡ് ഉള്ളത്. ഉറപ്പാണോ? അതെ. ഫെങ്ക്യുങ്ങർ വന്ന് അവനെ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. എന്ത് നടന്നു എന്ന് കാണിക്കുന്നില്ല. അവളൊന്ന് ഞെട്ടുന്നത് പോലെ കാണാം. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.